ടൈപ്പിംഗ് ക്ലാസ്സാണ് ഇപ്പോൾ. ഇതിൽ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നേരത്തെ കാണിച്ച കീബോർഡിൻ്റെ പടത്തിൽ നമ്മളുടെ ഇവിടെ തെറ്റായിരുന്നു കേട്ടോ. അത് ഇന്ന് ഈ ഭാഗം ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ വൈ എന്നുള്ള പൊസിഷനില്ലേ, അവിടെ വേറെ അക്ഷരമായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പം ഇന്ന് നമ്മൾ ടോപ്പ് റോ പഠിക്കുകയാണ്. അപ്പോൾ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. എ അടിക്കുന്നത് നിങ്ങളുടെ ഇടത് കൈയുടെ ലിറ്റിൽ ഫിംഗർ വെച്ച്, എസ് അടിക്കുന്നത് ഇടത് കൈയുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട്, ഡി അടിക്കുന്നത് ഇടത് കൈയുടെ മിഡിൽ ഫിംഗർ വെച്ചിട്ട്, എഫ് അടിക്കുന്നത് ഇടത് കൈയുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട്. അപ്പം ആ ചൂണ്ടുവിരൽ തന്നെയാണ്, ആ ചൂണ്ടുവിരൽ വെക്കുന്നിടത്തൊരു ബമ്പുണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്, കീബോർഡിൽ നോക്കിയിട്ടല്ല. എന്നിട്ട് ആ എഫിൻ്റെ അതേ ഫിംഗർ വെച്ച് തന്നെയാണ്, അതായത് ഇടത് കൈയുടെ ചൂണ്ടുവിരൽ വെച്ച് തന്നെയാണ് എന്തടിക്കണേ, ജി അടിക്കണേ. നേരത്തെ ക്ലാസ്സിൽ അത് വെച്ച് തന്നെയാണ് നമ്മൾ 6 അടിച്ചത്. എന്നിനി നമ്മൾ പറയാൻ പോവാണ്, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്തടിക്കുക, ടി അടിക്കുക. അപ്പം നിങ്ങൾ ആ കൈ ഒന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് കൈ നിങ്ങളുടെ വിരൽ ഓരോ അക്ഷരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് എഫിലാണ് നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ അതിരിക്കുക, അതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കൈ വയ്ക്കുക. അതാണ് റെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫിൽ നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ ഇരിപ്പുണ്ട്, അത് നിങ്ങൾ കുറച്ച് സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തി, ജിയിലെത്തി. അപ്പോൾ അതേ ഫിംഗർ കൊണ്ട് ജി അടിച്ചിട്ട് തിരിച്ച് വീണ്ടും എഫിൽ കൊണ്ടുവച്ചു അല്ലേ. എന്നിട്ട് ആറടിക്കാൻ നേരം നമ്മൾ എന്തായത്, എഫിലിരുന്ന ഫിംഗറിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ 6 കിട്ടി. എന്നിട്ട് വീണ്ടും അത് ഹോമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും, എഫിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് എഫിലിരിക്കുന്നതിനെ നേരെ കുറച്ച് മുകളിലേക്കും കുറച്ച് സൈഡിലേക്കുമാണ്. അങ്ങനെ ടിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ടി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിട്ട് വീണ്ടും എഫിൻ്റെ അതേ സ്ഥാനത്ത് ആ വിരൽ കൊണ്ടുവയ്ക്കണം. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെമിക്കോളൻ നിങ്ങളുടെ വലത് കൈയുടെ ചെറുവിരൽ, എൽ വലത് കൈയുടെ മോതിരവിരൽ, കെ വലത് കൈയുടെ നടുവിരൽ, ജെ വലത് കൈയുടെ ചൂണ്ടുവിരൽ. അപ്പോൾ ആ ജെ അടിക്കുന്നിടത്താണ് എന്തുള്ളത്, ബമ്പുള്ളത്. അപ്പോൾ ആ ബമ്പ് നോക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എച്ച് അടിക്കാൻ നേരം നമ്മൾ എന്തായത്, അത് സൈഡിലേക്ക് മാറ്റി എച്ച് അടിച്ചു, വീണ്ടും ജയിൽ കൊണ്ടുവയ്ക്കും. ജയിലാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ യു അടിക്കാൻ നേരം എന്താണ് ചെയ്തത്, ജയിലിനെ നേരെ മുകളിലേക്ക് എടുത്ത് യു അടിച്ചു, വീണ്ടും ജയിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വൈ ആണ്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയിൽ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ വൈ കേട്ടോ. വൈ അടിക്കണമെങ്കിൽ ജെ ഇരിക്കുന്നിടത്ത് നിന്ന് കുറച്ചൊന്ന് മുകളിലേക്കുമാണ് എന്നാൽ സൈഡിലേക്കുമാണ്. അങ്ങനെ കൊണ്ടുപോയി വൈ അടിച്ചിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവയ്ക്കണം, ആ ജെയിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണത്തെ സീക്വൻസ് എന്ന് പറയുന്നത്. എ എസ് ഡി എഫ് ടി എഫ് സെമിക്കോളൻ സ്പേസ് സെമിക്കോളൻ എൽ കെ ജെ വൈ ജെ. ഒന്നുകൂടെ പറയാം, എ എസ് ഡി എഫ് ടി എഫ് സ്പേസ് സെമിക്കോളൻ എൽ കെ ജെ വൈ ജെ. ഇതിങ്ങനെ പലതവണ അടിച്ചടിച്ച് പോവുക. ലൈൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വലത്ത് കൈയുടെ ചെറുവിരൽ കൊണ്ട് എന്ത് ചെയ്യണം, എൻ്റർ അടിക്കണം. അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്തോളാം.